നമുക്ക് കോഴിക്കോടേക്ക് പോകാം. അവിടെ നിന്നും അല്പം സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. പെരുവണ്ണാമൊഴിയിൽ സർവേക്ക് പോയ സർക്കാർ ഉദ്യോഗസ്ഥരെ കാണാതായിരിക്കുകയാണ്. 4 റവന്യൂ ഉദ്യോഗസ്ഥരും 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അടക്കം മൊത്തം 7 പേരെയാണ് കാണാതായത്. 7 പേരും കാട്ടിനകത്ത് അകപ്പെട്ടതായാണ് വിവരം. രമ്യദാസ് ചിരികയാണ്. രമ്യ, 7 പേരാണ്, 7 ഉദ്യോഗസ്ഥരാണ് ആ കാട്ടിൽ അകപ്പെട്ടത്. ഏത് സാഹചര്യത്തിലാണ് അവർ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? ഒപ്പം ഇവരെ രക്ഷിക്കാനുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? KP രാഖി, ഇന്നലെയാണ് ഈ ഡിജിറ്റൽ സർവേ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ടാണ് ഈ പെരുവണ്ണാമൊഴി ഭാഗത്ത് ഈ സർവേയർമാരും അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഗാർഡുമാരും എല്ലാം കൂടി ഈ സർവേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ വഴികാട്ടാനായിട്ടാണ് ഈ സർവേയർമാരുടെ കൂടെ ഫോറസ്റ്റ് ഗാർഡുമാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണ് നിലവിൽ ഇപ്പോൾ കാട്ടിൽ കുടുങ്ങിയിട്ടുള്ള ഒരു സൂചന ലഭിക്കുന്നത്. കാരണം ഇന്നലെ ഏകദേശം ഒരു 3 മണിയോടുകൂടി പുറത്തുള്ളവരുമായി ഇവർ ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി വൈകിട്ടോടുകൂടി ആ ഭാഗത്തെല്ലാം മഴ പെയ്തിരുന്നു. അപ്പോൾ ഈ മഴയിൽ കാട്ടിൽ കുടുങ്ങിയതാവാമെന്ന സൂചനയിലാണ് ഇപ്പോൾ നിലവിൽ ഈ തെരച്ചിലൊക്കെ പുരോഗമിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി തെരച്ചിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ യാതൊന്നും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ കൂടുതൽ ഫലപ്രദമായി തന്നെ കൂടുതൽ ഫോഴ്സുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ രാവിലെയാണ് ഇവർ ഈ ഡിജിറ്റൽ സർവേക്കായിട്ട് കരിങ്കണ്ണി വഴിയാണ് ഇവർ ഉൾക്കാട്ടിലേക്ക് പോയത്. പക്ഷേ ഈ നിലവിൽ ഈ മഴയൊക്കെ പെയ്തപ്പോൾ തിരിച്ച് ഒരു 5 മണിയോടുകൂടിയൊക്കെ തിരിച്ച് വരേണ്ടതായിരുന്നു. അപ്പോൾ വൈകിട്ടോടുകൂടി തന്നെ ഈ കരിങ്കണ്ണിയിലുള്ള ഫോറസ്റ്റ് ചൂതപ്പാറയിലെ ഫോറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഇവർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ വൈകിട്ടോടുകൂടി അവിടെ എത്തിയില്ല. പിന്നെയാണ് അപ്പോഴാണ് കൃത്യമായി ഇവർ വഴി തെറ്റിപ്പോയതാവാമെന്ന നിഗമനത്തിലാണ് മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളത്. നിലവിൽ ഇവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണങ്ങളെല്ലാം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കരിങ്കണ്ണി, കക്കയം, വയനാട് ഭാഗം 3 സംഘങ്ങളായിട്ടാണ് ഇവരെ തിരച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൽ 4 സർവേയർമാരും അതുപോലെ തന്നെ 3 ഫോറസ്റ്റ് വാച്ചർമാരുമാണ് അടങ്ങുന്ന സംഘമാണ് ഇവർ 7 പേരുള്ളത്. ഇതിൽ അരുണ്, ഭരത്, അതുപോലെ തന്നെ പ്രശാന്ത്, അഖിൽ എന്നീ 4 സർവേയർമാർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് വാച്ചർമാരായ രവി, ബാലൻ, ഷാരോൺ എന്നിങ്ങനെ 3 ഫോറസ്റ്റ് ഗാർഡുമാരും ഇവരെയാണ് ഇപ്പോൾ കണ്ടെത്താനുള്ളത്. തിരച്ചിലെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?